നമസ്കാരം. ഒക്ടോബർ 6 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ സെബിയും അതുപോലെ തന്നെ NSEയും സംയുക്തമായിട്ട് ഇൻവെസ്റ്റർ അവയർനെസ് വീക്കായിട്ട് ആചരിക്കുകയുണ്ടായി. 2 പ്രത്യേക ലക്ഷ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് പ്രിവെൻഷൻ ഓഫ് സ്കാം ആൻഡ് ഫ്രോഡ്, മറ്റൊന്ന് ബേസിക് ഇൻവെസ്റ്റ്മെന്റ് അവയർനെസ്. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, അതായത് സ്കാം അഥവാ ഫ്രോഡ്, ഈ 2 കാര്യങ്ങളുടെയും പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടിരുന്നു, നിങ്ങളത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരുന്നു. രണ്ടാമത് ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിൽ നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ധാരാളം അവന്യൂസ് ഇന്ന് അവൈലബിൾ ആണ്. ബാങ്ക് FD, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, വിവിധങ്ങളായ ചിട്ടികൾ, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നമ്മളുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് നമുക്കിന്ന് സ്റ്റാർട്ടപ്പ് പോലെയുള്ള കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെന്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 2 രീതിയിൽ നടത്താം. SIP ആയിട്ട് നടത്താം, അല്ലെങ്കിൽ ലംസമായിട്ട് നടത്താം. അതിൽ തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലെ SIP എന്ന ആ ഒരു അത്ഭുതത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, എന്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിനേക്കാളും എന്താണ് ഇതിനുള്ള നേട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒന്നാമതായിട്ട്, ഏറ്റവും കുറഞ്ഞ തുക മതി എന്നുള്ളതാണ്. നമ്മൾക്ക് 1000 രൂപയുണ്ടെങ്കിലും 500 രൂപയുണ്ടെങ്കിലും നമുക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. SIP എന്ന് പറയുന്നത് അറിയാമല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ ഒരു നിശ്ചിത കാലത്തേക്ക് തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. അത് ഈ നിശ്ചിത കാലയളവ് എന്നുള്ളത് 5 വർഷമാകാം, 10 വർഷമാകാം, 15 വർഷമാകാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ മുമ്പിലുള്ള സമയത്തിന്റെ അനുസരിച്ചിരിക്കും. നിശ്ചിത ഇന്റർവെൽ എന്ന് പറയുന്നത് ദിവസവും SIP ആകാം, ആഴ്ച തോറുമുള്ള SIP ഉണ്ട്, മാസം തോറുമുള്ള SIP ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്നതും മാസം തോറുമുള്ള SIP ആണ്. അപ്പൊ നമ്മൾക്ക് ഈ SIP ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഏറ്റവും നിസ്സാരമായ തുകയിൽ നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു 1000 രൂപ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ 1000 രൂപ നമ്മൾ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, നമ്മളുടെ മുമ്പിൽ സമയമുണ്ടെങ്കിൽ, നമ്മൾ അച്ചടക്കമുള്ളവരാണെങ്കിൽ, നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ, നമ്മൾക്ക് ക്ഷമയുണ്ടെങ്കിൽ, ഈ 1000 രൂപ കോടികളായിട്ട് മാറാം. പവർ ഓഫ് കോമ്പൗണ്ടിങ്. മ്യൂച്വൽ ഫണ്ടിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നതാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ അടയ്ക്കുന്ന തുക വളരെ തുച്ഛമായിരിക്കാം, പക്ഷേ അതിന് വളരാനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സമയം അവിടെ ഉണ്ടെങ്കിൽ, തുക ബാധകമല്ല. തുക എത്ര ചെറുതുമായിക്കോട്ടെ, സമ്പത്ത് വലിയ രീതിയിൽ വളർത്താനായിട്ട് SIPക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, SIPയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ഇതിനകത്ത് ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും കയറി നോക്കേണ്ട സാഹചര്യം അതിനകത്തില്ല. നമ്മൾ ഫണ്ട് SIP നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ജോലി അവിടെ തീർന്നു. പിന്നെയുള്ള ജോലി എന്ന് പറയുന്നത് ഫണ്ട് മാനേജറുടേതാണ്. അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിച്ചോളും. നിങ്ങളൊരു ജോലി, ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിരിക്കാം, ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. നമ്മളിതെല്ലാം നമ്മുടെ ജോലിയെ ഒന്നും ബാധിക്കാതെ ഈ നമ്മളുടെ SIP വളർന്നുകൊണ്ടേയിരിക്കുന്ന മനോഹരമായ ഒരു സിസ്റ്റം, അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. മൂന്നാമതായിട്ട്, ആ ഒരു ഏരിയ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത്, നമ്മൾ ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക. ആ മേഖലയിൽ മിടുക്കരായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അഡ്വൈസേഴ്സ് ഉണ്ട്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്
അവരെ വിശ്വാസത്തിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അവർ കേപ്പബിൾ ആയിരിക്കണം, ഈ മേഖലയിൽ അറിവും ജ്ഞാനവും ഉള്ള ആളുകളായിരിക്കണം. അത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവർ മുഖാന്തരം നമ്മൾ ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ധാരാളം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അപ്പം ആ കാര്യത്തിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ളതിന് പ്രസക്തിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല, നമ്മളിടുന്ന തുക എന്താണ് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. പ്രസക്തി എപ്പോഴും നമ്മൾ എന്തുമാത്രം കൺസിസ്റ്റന്റ് ആണ്, നമ്മൾ എന്തുമാത്രം ഡിസിപ്ലിൻഡ് ആണ്, നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ട്. ഈ 3 കാര്യങ്ങൾക്കാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ പ്രസക്തി. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലെ SIP നിങ്ങൾ സീരിയസ് ആയിട്ട് പരിഗണിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. 1000 രൂപ ഒരു മാസം മാറ്റിവെക്കാനായിട്ട് ഒരു സാധാരണക്കാരന് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, അവർക്ക് സാധിക്കട്ടെ, ഭാവിയിൽ അവർക്ക് സാധിക്കട്ടെ. എങ്കിലും ഒരു 1000 രൂപ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഫണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട്. ഇന്ന ഫണ്ട് അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരും. ചിലപ്പോൾ കുറച്ച് താമസിച്ചിരിക്കുമെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ തുടർന്നും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. ഒരു ചെറിയ ചാനൽ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരം ചെറിയ ചെറിയ ടിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകൾ, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമസ്കാരം.